എല്ലാവർക്കും സിനിമ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുങ്ഫു പാണ്ട ഈ ഒരു ഫിലിം സീരീസിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു ഫിലിം സീരീസ് ആണിത്. അപ്പോൾ ആ ഒരു സീരീസിലത്തെ ഏറ്റവും പുതിയ ചിത്രമായ കുങ്ഫു പാണ്ട 4 എന്ന സിനിമയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു മൈനാണ്. അവിടെ കുറേ ആളുകൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ തീയൊക്കെ അണഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ ആകെ ഞെട്ടി നിൽക്കുക. ദൂരെയായിട്ട് വലിയൊരു പുലിനെയും കാണാനുണ്ട്. ഈ പുലി ഇങ്ങനെ മെല്ലെ മെല്ലെ വെളിച്ചത്തോട്ട് വരിക. അപ്പോഴാണ് അവരിത് മനസ്സിലാക്കുന്നത് അത് നമ്മുടെ ടൈലങ് ആണെന്നുള്ളത്. ടൈലങ് വേറെ ആരുമല്ല, നമ്മുടെ കുങ്ഫു പാണ്ട 1 അതിലത്തെ വില്ലനാണ്. അവൻ വന്നിട്ട് പറയാണ്, എല്ലാതും ഞാൻ തിരിച്ചെടുക്കാൻ വന്നതാണ്. ആ ഡ്രാഗൺ വാരിയർ വിചാരിച്ച പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതും പറഞ്ഞിട്ട് ഒരു മൈന് മൊത്തം അവനങ്ങ് കത്തിച്ച് കളയാണ്. സോ അവൻ ആ ഒരു സ്പിരിറ്റ് വേൾഡിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. എങ്ങനെ, ഏത് വഴി ഒന്നും അറിയത്തില്ല. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഡ്രാഗൺ വാരിയർ ആയ പോനെ കാണിക്കുന്നുണ്ട്. അവൻ്റെ ജോലി എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ, നാട് രക്ഷിക്കുക. ഇപ്രാവശ്യം ഫൈറ്റ് ചെയ്യുന്നത് ഒരു തെരണ്ടിനേറ്റൊക്കെയാണ്. അപ്പോൾ അവനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു, അവനെ തോൽപ്പിക്കുന്നു, നാട് രക്ഷിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, ജനങ്ങളൊന്നാകെ തടിച്ചു കൂടിയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഓട്ടോഗ്രാഫിന് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഓരോരുത്തരിങ്ങനെ നീട്ടുന്നു, ഇവനിങ്ങനെ ഒപ്പിട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ ഇടയിലാണ് ഒരുത്തൻ്റെ തലയെ പോയിട്ട് ഒപ്പിടുന്നത്. ആ തല വേറെ ആരുടെ അല്ല, നമ്മുടെ മാസ്റ്റർ ഷിഫുവിൻ്റെയാണ്. അയ്യോ കുടുങ്ങിയല്ലോ. ഇതും പറഞ്ഞിട്ട് അവൻ നൈസായിട്ട് ഒന്ന് തുപ്പുന്നു, അവൻ്റെ തലയിലോട്ട് തുടക്കുന്നു. എന്നിട്ട് നമ്മുടെ മാസ്റ്റർ ഷിഫു പറയാണ്, നീ ഇതൊന്നും നിർത്ത്, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നാൽ ഇതൊന്നും കേൾക്കാൻ നമ്മുടെ പോക്ക് ടൈമില്ല. അപ്പോൾ നേരെ പോകുന്നത് അവൻ്റെ അച്ഛന്മാരുടെ അടുത്തോട്ടാണ്. അവിടെ ആണെങ്കിലോ ഫുള്ള് ജനങ്ങളാണ്, കുറേ ജനങ്ങളുണ്ട്. ഒക്കെ നമ്മുടെ ഡ്രാഗൺ വാരിയറിനെ കാണാൻ വന്നിട്ടുള്ളതാണ്. അങ്ങനെ അവിടെ വെച്ചിട്ട് മറ്റേ ഊഗ്വേ കൊടുത്ത ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, ഒരു സ്റ്റിക്കിൻ്റെ കഥകളൊക്കെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെനിക്ക് ഊഗ്വേ തന്നതാണ്, സ്പിരിറ്റുവലായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു സ്റ്റിക്കാണിത്. അങ്ങനെ കുറേ കഥകൾ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് അവൻ ചെയ്യുന്നതാണ് കോമഡി. സംഭവം വേറൊന്നല്ല, അവൻ്റെ അച്ഛന്മാരെ പുതിയ നൂഡിൽസ് കടയാണിത്. ഈ നൂഡിൽസ് കട ഉദ്ഘാടനം ചെയ്യാനാണ് ഈ ഒരു സ്റ്റിക്ക്. അത് വെച്ചിട്ട് നാട മുറിക്കുന്നു, ഉദ്ഘാടനം കഴിയുന്നു. അങ്ങനെ നമ്മുടെ ഷിഫു പിന്നെ സംസാരിക്കാൻ വരുന്നുണ്ട്. അതിനൊരു സംസാരിക്കാൻ തുടങ്ങി. ഷിഫു വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. അതും നമ്മുടെ പോനെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയാൻ. പുതിയ ഡ്രാഗൺ വാരിയറെ സെലക്ട് ചെയ്യാൻ സമയമായി. നീ വേണം സെലക്ട് ചെയ്യാൻ നിന്റെ സക്സസറെ. ഇനി മുതൽ നീ ഡ്രാഗൺ വാരിയർ ആയിരിക്കില്ല, നീ ഒരാളെ സെലക്ട് ചെയ്യണം, അവനായിരിക്കും ഡ്രാഗൺ വാരിയർ. നീ ഇനി മുതൽ കുങ്ഫുവിന്റെ അവസാനത്തെ ലെവലായ സ്പിരിച്വൽ ലീഡർ ആവാൻ പോവുക. അതാണ് ഇനി മുതൽ നിന്റെ പണി. ഇത് കേട്ടപാടെ നമ്മുടെ പോവാണെങ്കിലോ ഇത് നടക്കത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവനക്ക് ഒരു ഡ്രാഗൺ വാരിയർ ആവണം, എല്ലാവരും ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നടക്കണം, അതൊക്കെയാണ് അവൻ്റെ ആഗ്രഹം. പക്ഷേ ഈ സമയത്ത് നമ്മുടെ ഷിഫു ആണെങ്കിലോ രണ്ടും കൽപ്പിച്ചിട്ടാണ്. അവ കുറച്ച് കാൻഡിഡേറ്റ്സിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കാൻഡിഡേറ്റ്സിന് വെക്കുന്നു, സെലക്ഷൻ നടക്കുന്നു. അവിടെയാണ് ഈ വൻ സീനാണ്. ഓരോ കാൻഡിഡേറ്റ്സും അവരുടേതായ കഴിവുകളൊക്കെ തന്നെ പുറത്തെടുത്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടപാടെ നമ്മുടെ പോയാണെങ്കിലോ ആകെ ഞെട്ടി നിൽക്കുകയാണ്. ആരെ സെലക്ട് ചെയ്യണം എന്നുള്ളത് അവനക്ക് യാതൊരു ഐഡിയ ഇല്ല. കാരണം ഓരോരുത്തർക്കും ഓരോ കഴിവാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ആരെങ്കിലൊക്കെ സെലക്ട് ചെയ്യണ്ടേ. പിന്നെ നമ്മുടെ പോകുന്നൊന്നും നോക്കിയില്ല. ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സെലക്ട് ചെയ്യാൻ നിൽക്കുക. പക്ഷെ ആ ഒരു ഫിംഗർ നേരെ വന്ന് ചൂണ്ടത് അവൻ്റെ നേർക്ക് തന്നെയാണ്. ഇനി മുതൽ ഞാനാണ് ഡ്രാഗൺ വാരിയർ. ഇത് കേട്ടപാട് മണ്ടന്മാരായ ജനങ്ങളാണെങ്കിലോ ഭയങ്കരമായിട്ട് ആർപ്പ് വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജനങ്ങൾ മണ്ടന്മാരാണെങ്കിലും നമ്മുടെ ഷിഫു അത്ര മണ്ടനല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷിഫു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രാഗൺ വാരിയറെ സെലക്ട് ചെയ്യാനാണ്. എന്നാൽ നമ്മുടെ പോക്കാണ് ഇവിടെ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളത് അറിയത്തില്ല. സോ നമ്മുടെ ഷിഫു ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീ മരം കണ്ടോ, ഇതാണ് മൈറ്റി ട്രീ. നമ്മുടെ ഊഗൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ധ്യാനം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നീ ഇവിടെ തന്നെ ധ്യാനത്തിനിരിക്കണം, യൂണിവേഴ്സായിട്ട് സംസാരിക്കാനും നോക്കണം. ഇതുവരെ നമ്മുടെ ഷിഫു അവിടെ നിന്ന് പോവാൻ നമ്മുടെ അവിടെ ധ്യാനത്തിന് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധം നമ്മുടെ യൂണിവേഴ്സായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കണം അവൻ. യൂണിവേഴ്സ് അവനായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഈ ഒരു കറക്റ്റ് ടൈമിൽ ഇവനാണെങ്കിലോ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുന്നുണ്ട്. ഈ മരത്തിൻ്റെ ഇലകളാണെങ്കിൽ ഇങ്ങനെ പറന്നിട്ട് അവൻ്റെ വായിലോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കോണ്ടാക്റ്റ് മൊത്തത്തിൽ ഇല്ലാണ്ടാവുക. അതുമാത്രമല്ല, അവനിങ്ങനെ തിരിയുമ്പോൾ ഒരു കാഴ്ച അവൻ അവിടെ കാണുന്നുണ്ട്. ഇവരുടെ അമ്പലത്തിലോട്ട് ഒരാളിങ്ങനെ നുഴഞ്ഞു കയറുക, ഒരു ചെറിയ ഫോക്സ്. ഇത് കണ്ടുപാടെ നമ്മുടെ പോയി ഒരു അമ്പലത്തിനകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഈ ഫോക്സ് ആണെങ്കിലോ ചെറുതാണെങ്കിലും ആന കള്ളനാണ്. അവനവിടുത്തെ ട്രോഫീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കണ്ടുപാടെ നമ്മുടെ പോവാണെങ്കിൽ ഇവളെ തടയാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവളാണെങ്കിൽ കുറച്ച് സീനാണ്. ഇവളുടെ ഈ ഒരു അഭ്യാസം കണ്ടിട്ട് നമ്മുടെ തന്നെ ഞെട്ടിപ്പോവാൻ. പക്ഷെ നമ്മുടെ വെറുതെ വിടുമോ, എങ്ങനെയൊക്കെയോ അവളെ പിടിച്ചെടുക്കുന്നുണ്ട്, ജയിലിലാക്കുന്നുണ്ട്. ഇവളുടെ പേരാണ് ജെൻ. അതിന് അവളവിടുന്ന് കൊണ്ടുപോകുന്ന അതേ കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ആടുകളൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ ടൈലിങ് തിരിച്ചു വന്നെന്ന് പറയാൻ. ഇത് കേട്ടപാട് നമ്മുടെ പോവാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം നമ്മുടെ തന്നെയാണ് നമ്മുടെ ടൈലിങ്ങിനെ തോൽപ്പിച്ചിട്ട് സ്പിരിറ്റ് വേൾഡിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവനെങ്ങനെ പുറത്തു വന്നു, ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കണം നമ്മുടെ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ജെൻ ആണെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആരൊക്കെ ഏതൊക്കെ സ്റ്റെപ്പ് വെച്ചാലും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കാൽപ്പാടുണ്ടാവും, നീ ചെന്ന് നോക്ക്. സോ ഇവിടെ നമ്മുടെ ജെന്നിന് എന്തൊക്കെയോ അറിയാം. അങ്ങനെ നമ്മുടെ ഒരു മൈനകത്ത് പോയിട്ട് നോക്കുന്നുണ്ട്. അവിടെ അതാ ചെറിയ ചെറിയ കാൽപ്പാടുകൾ. അതിനർത്ഥം നമ്മുടെ ടൈലിങ് ഇവിടെ വന്ന സമയത്ത് നമ്മുടെ ജെന്നിവിടെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മനസ്സിലാക്കുകയാണ്. പിന്നെ അവനൊന്നും നോക്കിയില്ല, നമ്മുടെ ജെന്നിനെ കാണാൻ പോവുക. എന്നിട്ട് ജെന്നിനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജെന്നാണ് ഇവിടെ ഒരു ഡീൽ വെച്ചുകൊണ്ടിരിക്കുക. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, പക്ഷെ എന്നെ ഇവിടുന്ന് പുറത്താക്കണം, എന്നെ ജയിലിടാൻ പറ്റില്ല, ഡീലാണോ? ഇത് കേട്ടപാട് നമ്മുടെ ഇതിനെ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങ് തുറന്ന് പറയാണ്.
പോ, നീ വിചാരിക്കുന്ന പോലെ അത് ടൈലിംഗ് അല്ല. ടൈലിങ്ങിനെ പോലെ രൂപം മാറാൻ കഴിയുന്ന ഒരു സോഴ്സറസ് ആണ്. ടൈലിംഗ് മാത്രമല്ല, പല രൂപങ്ങളിലേക്ക് അവൾ മാറും. അവളുടെ പേരാണ് കമീലിയൻ. അവളൊരു ലിസാർഡാണ്. തൊക്കെ കേട്ടപാട് നമ്മുടെ പോവാണിങ്ങനെ ഞെട്ടി നിൽക്കേ. ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഷിഫു വരുന്നത്. ഷിഫു വരുന്ന പഴയ കാര്യം പറയാൻ തന്നെയാണ്, ഡ്രാഗൺ ബാരിയർ സെലക്ട് ചെയ്യണം. എന്നാൽ നമ്മുടെ പോക്ക് ഇതിനൊന്നും നേരല്ല. അവ നമ്മുടെ ജെന്നിനെ കൂട്ടിയിട്ട് അങ്ങ് പുറത്തോട്ട് പോവാൻ, അതും നമ്മുടെ കമീലിയനെ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. സാധാരണ ഇങ്ങനത്തെ ജോലിക്കൊക്കെ പോകാറുള്ളത് നമ്മുടെ ഫ്യൂരിയസ് 5 ആണ്. അതായത് ഇവൻ്റെ മറ്റേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, മറ്റേ ടൈഗ്രസ്, അതുപോലെ തന്നെ മാൻഡിസ്, മങ്കി, അവരൊക്കെ വൈപ്പറൊക്കെ അവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല. അവരൊക്കെ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോയിരിക്കുകയാണ്. സോ അവരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പോ തന്നെ ഇവിടെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ പുറപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജെന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ ഊഗ്വെ കൊടുത്തിട്ടുള്ള ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടപാട് പോ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജെന്നിന് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു സ്റ്റിക്കിൻ്റെ യഥാർത്ഥ പവർ അത് ഇതുവരെ അവൾ കണ്ടിട്ടില്ല. അടുത്ത സീനി കാണിക്കുന്നത് ജൂനിപ്പർ സിറ്റി എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. അവിടെയാണ് ഈ ഭയങ്കര വലിയൊരു ക്രിമിനൽ ഫാമിലിയൊക്കെ ഉണ്ട്. ഈ ഒരു ഫാമിലിയാണ് ഈ ഒരു സിറ്റി മൊത്തം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവന്മാരെ ഭരിക്കുന്നതാണെങ്കിലോ നമ്മുടെ കമീലിയനാണ്. നമ്മുടെ കമീലിയൻ കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് ഈ ഒരു ക്രിമിനൽ ഫാമിലി. സംഭവം വേറെ ഒന്നുമല്ല, ഇവർ സമ്പാദിച്ച പൈസയൊക്കെ നമ്മുടെ കമീലിയന് കൊണ്ടു കൊടുക്കണം. ഇതാണ് നമ്മുടെ കമീലിയൻ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു കരാറ്. അപ്പോൾ അത് പ്രകാരം ഇങ്ങനെ ജോലി ചെയ്യുന്നു, ഉള്ള കാശൊക്കെ ഇവൾക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും ചേർന്നിട്ട് നമ്മുടെ കമീലിയോണിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ പാവം കമീലിയോണതൊന്നും കേൾക്കുന്നില്ല. അങ്ങനെയാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ ഇവരറിയാത്തൊരു സംഭവമുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ നമ്മുടെ കമീലിയോൺ ഇരിക്കുന്നുണ്ട് രൂപം മാറിയിട്ട്. സംഭവം രൂപം മാറാൻ കഴിവുള്ള ആളാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളിങ്ങനെ രൂപം മാറി വരുന്നുണ്ട്. അപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മുടെ കമീലിയോൺ അവളുടെ സ്വന്തം രൂപത്തിൽ ഇങ്ങനെ വരെ ശേഷം അവളെ കുറ്റം പറഞ്ഞതിൻ്റെ ഒരു പണിഷ്മെൻ്റ് ആയിട്ട് അവൾ വലിയൊരു രൂപം മാറ്റം തന്നെ നടത്തുന്നുണ്ട്. വലിയൊരു ആനയുടെ രൂപമായിട്ട് മാറുക. എന്നിട്ട് അവരെ അങ്ങ് പേടിപ്പിക്കുന്നുണ്ട് അവള്. എന്നിട്ട് അവൾ പറയാണ്, ഇന്നു മുതൽ നിങ്ങൾ കുറച്ചധികം പണിയെടുക്കണം, സമ്പാദിക്കുന്നതിൻ്റെ 60% ഇവിടെ എത്തണം. കാരണം എനിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. ഇന്ന് ആകാശത്ത് ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഒരു മൂണ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇവിടെ നമ്മുടെ കമീലിയോണിന് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം. അനി ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അച്ഛന്മാരാണെങ്കിലോ നമ്മുടെ പോനെ അന്വേഷിച്ച് നടക്കുക. കാരണം അവർക്ക് ഭയങ്കര ടെൻഷനാണ്, പോക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കാണെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇതേ സമയം തന്നെ നമ്മുടെ പോയി അതുപോലെ തന്നെ ജെന്നും കൂടിയിട്ട് ദൂരെയായിട്ട് മറ്റേ ജൂനിപ്പർ സിറ്റി ഉണ്ടല്ലോ അത് കാണുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ജെന്ന് പറയാണ്, ഇനി സിമ്പിളാ, ആ സിറ്റിയിലേക്ക് ഞാൻ നിന്നെ എത്തിച്ചേരാം. പക്ഷെ അതിന് എനിക്കൊരു ബോട്ട് വേണം. നീ കിടക്കുന്ന ആ ബോട്ട് കണ്ടോ, അതിൻ്റെ ക്യാപ്റ്റൻ മിക്കവാറും ഈ റെസ്റ്റോറൻറ്റിലുണ്ടാവും. ഈ റെസ്റ്റോറൻ്റ് ആണെങ്കിലോ ഇരിക്കുന്ന ഒരു കല്ലിൻ്റെ മുകളിലാണ്. അമ്മാതിരി ഡിസൈനാണ് ഈ റെസ്റ്റോറൻറ്റിനുള്ളത്. ഇതിനകത്താണെങ്കിലോ ഫുള്ള് സൈക്കോസാണ്. അതിനൊരകത്ത് കയറുന്നുണ്ട്. ജെന്നാണെങ്കിൽ അവിടെ കുറച്ച് ടീംസ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഒരു കട്ടായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഈ ഒരു കട്ടക്കളിക്ക് ഇവളും പോകുന്നുണ്ട്, ഇവളും പെറ്റ് വെക്കുന്നുണ്ട്, കൂടെ കളിക്കുന്നുണ്ട്. പൈസ വെച്ച് കളിക്കുന്ന ഒരു കളിയാണ്. നമ്മുടെ പോയാണ് ഈ ഒരു ക്യാപ്റ്റനെ തപ്പിയിട്ടും പോകുന്നുണ്ട് ഈ ഒരു ബോട്ടിൻ്റെ. അപ്പോഴാണ് ക്യാപ്റ്റനെ കണ്ടെത്തുന്നത്. ക്യാപ്റ്റനാണെങ്കിൽ ഫുള്ള് കോമഡിയാണ്. ഇങ്ങനെ ഒരു കൊക്കാണ്. ഈ കൊക്കിൻ്റെ തൊള്ളയിലായിട്ടൊരു മീനുണ്ട്. ഈ മീനാണ് യഥാർത്ഥ ക്യാപ്റ്റൻ. എന്തല്ലേ. ഇതേ സമയം നമ്മുടെ ജെന്നാണെങ്കിലോ അവിടെ എല്ലാവരും തോൽപ്പിച്ചിട്ട് അവരുടെ പൈസയൊക്കെ അങ്ങ് കൈക്കലാക്കുക. ഇത് കണ്ടപാട് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ മാനേജറും ബാക്കിയുള്ള ഓപ്പോണൻസൊക്കെ അങ്ങനെ ഞെട്ടി നിൽക്കുക. ഇവളിത് എങ്ങനെ സാധിച്ചു എന്ന് വിചാരിച്ചിട്ട്. ആ ഒരു പൈസക്ക് മൊത്തം ഒരു ഫുഡ് വാങ്ങുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടപാട് നമ്മുടെ പോക്ക് നൈസായിട്ട് ഡൗട്ടൊക്കെ ഉണ്ട്, കട്ട മുതലാണോ എന്നൊക്കെ. ഈ ഒരു പൈസ എവിടെ നിന്ന് കിട്ടിയെന്നുള്ളതിനൊക്കെ അവനക്കൊരു ഡൗട്ടൊക്കെ ഉണ്ട്. അവൾ പറയണത് ഞാൻ കളിച്ചെടുത്തതാണെന്നൊക്കെ. അതിനൊരു ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഹാപ്പിനെസ്സിൻ്റെ പേരിൽ നമ്മുടെ പോവാണെങ്കിലോ നമ്മുടെ ജെന്നിനെ നൈസായിട്ടൊന്ന് തട്ടുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ കള്ളി അങ്ങ് വെളിച്ചെത്താവുന്നത്. അവൾ ഈ ഗെയിമിൽ ജയിച്ചിട്ടുള്ളത് നൈസായിട്ടൊരു ഉടായ്പ് കാണിച്ചുകൊണ്ടാണ്. അവിടെയുള്ള കോയിൻസ് മൊത്തം അവൾ പോക്കറ്റിലാക്കുന്നു. അതുവഴി അത് മാറ്റി വെച്ചിട്ട് അവൾ ജയിക്കുന്നു. സോ നമ്മുടെ കളിയത്തെ കരുക്കളൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ മാനേജറും ടീംസും പിന്നെ വെറുതെ വിടുമോ? അവിടെ വൻ ഫൈറ്റാണ്. കാരണം അവരെ പറ്റിച്ചിട്ടാണ് ഇവർ ഈ ഒരു ഗെയിമിൽ ജയിച്ചിട്ടുള്ളത്. ഇവരല്ല, ഇവള്. പിന്നെ അവിടെ വൻ ഫൈറ്റാണ്. ഒരു വിധത്തിൽ നമ്മുടെ പോയാണെങ്കിലും എല്ലാവരും അടിച്ചിടുന്നുണ്ട്. അതുമാത്രമല്ല അവൻ ആ ഊഗ്വയുടെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പവർ പുറത്തെടുക്കുന്നുണ്ട്. ഇത് കണ്ടപാട് നമ്മുടെ ജെന്നാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുക. അങ്ങനെ ഒരു രക്ഷപ്പെടുന്നു, ബോട്ടിൽ കയറുന്നു, ക്യാപ്റ്റനെ കൊണ്ട് നേരെ സ്ഥലം വിടുന്നു. അപ്പോഴാണ് നമ്മുടെ ജെന്നിൻ്റെ പാരൻസിനെ കുറിച്ച് ചോദിക്കുന്നത് ജെന്നിനോട്. അപ്പോൾ ജെൻ അവളുടെ പാരൻസിനെ കുറിച്ചും അവളുടെ ലൈഫിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എനിക്കാരുമില്ല, ഞാനൊരു ഓർഫനാ, ഞാൻ വളർന്നതൊക്കെ ഒറ്റയ്ക്കാ. സോ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മോഷണം തുടങ്ങി. അങ്ങനെ ഞാൻ വലിയൊരു കള്ളനായി മാറി. പിന്നീട് ഈ സിറ്റിത്തെ ഒരു ലോക്കൽ എന്നെ കണ്ടെത്തി. അയാൾ എനിക്ക് വീടും കഴിക്കാൻ ഭക്ഷണമൊക്കെ നൽകി. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ കമീലിയോണിനെയാണ്. ഇവളിങ്ങനെ കുറേ കൂടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ കൂടുകൾ എന്തിനാണെന്നോ ഏതിനാണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അതുമാത്രമല്ല ഇവളുടെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ചും ഇവൾ പറയുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ സിറ്റികളും ടൗണുകളും വില്ലേജുകളും ഇവൾക്ക് പിടിച്ചെടുക്കണം. എന്തിന്, സ്പിരിറ്റ് വേൾഡ് വരെ. അതിനു വേണ്ടിയിട്ട് അവൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് ഇതൊക്കെ നമ്മുടെ അറിയുന്നുണ്ട്. പോൻ്റെ വിഷനിലൂടെ അവനങ്ങ് ഞെട്ടി എഴുന്നേൽക്കുക. ഇതൊക്കെ കണ്ടപാട്. അതുമാത്രമല്ല ഇവൻ ഇതൊക്കെ നമ്മുടെ ജെന്നിനോട് പറയുന്നുണ്ട്. ജെൻ, ആ കമീലിയോണിനെ എത്രയും പെട്ടെന്ന് പിടിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോകും. ഇത് കേട്ടപാട് നമ്മുടെ ജെന്ന് പറയാണ്,
നീ പേടിക്കണ്ട, നമ്മൾ ജൂനിപ്പർ സിറ്റിയിലെത്തി, ഇനി അധികമൊന്നുമില്ല കമീലിയോൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഒരു സിറ്റിക്കകത്ത് കയറി. ഈ സിറ്റി കണ്ടപാടെ നമ്മുടെ പോയാണെങ്കിലോ ആകെ ഞെട്ടി നിൽക്കുക. കാരണം അമ്മാതിരി തിരക്കാണ് ഒരു സിറ്റിക്കകത്ത്. അവൻ്റെ വില്ലേജിലൊന്നും ഇങ്ങനത്തെ ഒരു കാഴ്ച തന്നെ അവനക്ക് കാണാൻ പറ്റില്ല. അത് മാത്രമല്ല ഈ സിറ്റിക്കകത്തുള്ള എല്ലാവരും നമ്മുടെ ജെന്നിന് കയ്യൊക്കെ വന്ന് കൊടുക്കുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജെൻ ഇവിടെ കുറച്ച് ഫേമസ് ആണ്. ഇത് കണ്ടിട്ട് നമ്മുടെ പോയാണെങ്കിലോ നീ ഫേമസ് ആലെന്ന് കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ പോക്ക് യഥാർത്ഥ കാര്യം ഇവിടെ പിടികിട്ടുന്നത്. അവിടെ ഒരു പോസ്റ്റർ കാണുന്നുണ്ട്. അതിനകത്താണ് ഈ നമ്മുടെ ജെന്നിൻ്റെ ഫോട്ടോ ഉണ്ട്. പോരാത്തിന് മുകളിലായിട്ട് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇവനെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ ഒരു സിറ്റിയിലത്തെ എല്ലാ പോലീസുകാരും. പക്ഷെ ഇത് മാത്രമല്ല ഇവർ കാണുന്ന കാഴ്ച, നമ്മുടെ കമീലിയോൻ്റെ ആർമി ഉണ്ടല്ലോ, അവിടെയുള്ള എല്ലാ ജനങ്ങളിൽ നിന്നും ഗുണ്ടാപിരിവ് നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ പൈസ വാങ്ങുന്നുണ്ട്. അതേസമയം നമ്മുടെ ജെന്നാണെങ്കിലോ പോയി നമ്മുടെ പോലീസുകാരുടെ കൺമുന്നിൽ പെടുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, അവിടെയുള്ള എല്ലാ പോലീസുകാരും ഇവരുടെ പിന്നാലെ വരെ. പക്ഷെ എങ്ങനെയൊക്കെയോ ഓടി ഒരു വിധത്തിൽ ഇവർ രക്ഷപ്പെടുന്നുണ്ട്. ഒരു പൈപ്പ് ലൈൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോവുകയാണ് ഇവർ. ആ ഒരു പൈപ്പിനകത്ത് മൊത്തത്തിൽ വിഷയങ്ങളാണ്. ആ ഒരു നാട്ടിലത്തെ എല്ലാ ക്രിമിനൽസും എല്ലാ കള്ളന്മാരും താമസിക്കുന്നത് ഈ ഒരു പൈപ്പിനകത്താണ്. പിന്നെ പോരാത്തതിന് നമ്മുടെ ജെന്നിനെ നോക്കി വളർത്തിയ മറ്റേ ലോക്കൽ ഉണ്ടല്ലോ, അങ്ങേരും ഇതിനകത്ത് താമസിക്കുന്നുണ്ട്. സോ ചുരുക്കി പറഞ്ഞ അതിനകത്തുള്ള എല്ലാവരും നമ്മുടെ ജെന്നിൻ്റെ ഫാമിലി കൂടിയാണ്. ഇവരകത്ത് കിടക്കുന്നു. അപ്പം തന്നെ നമ്മുടെ ജെന്ന് പറയുന്നുണ്ട്, ഒന്ന് സൂക്ഷിച്ചേക്കണം, ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അണ്ടർവെയർ പോലും ഇവിടുന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകും. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും 3 റാബിറ്റ് കുട്ടികൾ, കാണുമ്പോൾ ചെറിയ കുട്ടികളാണ്, പക്ഷെ നല്ല അട്ടറ് സൈക്കോസാണ്. ഇത് 3 കൂടിയിട്ട് നമ്മുടെ പോടെ മേത്തങ്ങ് കയറിയിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ കടിച്ചോണ്ടിരിക്കുക. അങ്ങനെ ഒരു വിധത്തിൽ അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുക. പക്ഷെ ഇതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് ഹാൻ എന്ന് പറയുന്ന ഒരുത്തം വരുന്നത്. ഈ ഹാനാണ് നമ്മുടെ ജെന്നിനെ നോക്കി വളർത്തിയിട്ടുള്ള ആള്. ഇവന്റെ വരവ് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ ജെന്നിനെ ഓടി ഒന്ന് കെട്ടിപ്പിടിക്കുന്നു. പക്ഷെ കെട്ടിപ്പിടിക്കാനല്ല വരുന്നത്, അവനെ കൊല്ലാനാണ്. അവിടെയുള്ള എല്ലാ ക്രിമിനൽസും കൂടിയിട്ട് നമ്മുടെ ജെന്നിന്റെ നേർക്ക് കത്തി ഉയർത്തുകയാണ്. സംഭവം വേറെ ഒന്നല്ല, പാസ്റ്റിൽ നമ്മുടെ ജെൻ ഇവരെല്ലാവരും ചതിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു പകയാണ്. എന്നാൽ ഈ ടൈമിൽ നമ്മുടെ പറയാണ്, എന്തിനിപ്പോൾ ഇത്ര വയലൻസ് കാണിക്കുന്നത്? ഇത്ര അധികം വയലൻസ് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടന്നാൽ ഭാവിയിലും നിങ്ങളിങ്ങനെ വയലൻസ് നേരിടേണ്ടി വരും. ഇത് കേട്ടപാട് ഇവരാണെങ്കിലും ഇത് വേറെ അർത്ഥത്തിലാണ് എടുക്കുന്നത്. ഇവർ പറയാണ്, അപ്പം നീ പറഞ്ഞു വരുന്നത് ഇപ്പം വയലൻസ് ഇല്ലാണ്ടാക്കിയാൽ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ വയലൻസ് കിട്ടും, അതായത് ഈ ജെന്നിനെ കുറേ ഉപദ്രവിക്കുക, അതല്ലേ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് കേട്ടപാട് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? എന്തായാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ തൽക്കാലം ഉപദ്രവിക്കുന്നില്ല. പകരം ഒരു ദിവസത്തേക്ക് അവർ താമസിക്കാൻ അനുവദിക്കുകയാണ്. ഇതേ സെയിം ടൈമിൽ നമ്മുടെ 2 അച്ഛന്മാരാണെങ്കിലോ മറ്റേ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഗൂസ് അകത്ത് കയറുന്നു. തൻ്റെ മകനായ പാണ്ട എവിടെയും ചോദിക്കുന്നുണ്ട്. ഈ ഒരു പാണ്ട എന്നുള്ളൊരു ഒറ്റ വാക്ക് കേട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ റെസ്റ്റോറൻറ്റ് മൊത്തം ഇളകുകയാണ്. നമ്മുടെ അച്ഛനെ പഞ്ഞിക്കിടാന്നൊക്കെ. കാരണം നമ്മുടെ പാണ്ട കാരണം അവർക്ക് കുറേ പണി കിട്ടിയിട്ടുണ്ട്. അതിന് ഈ സമയത്താണ് നമ്മുടെ ഗൂസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മറ്റേ അച്ഛനായ പാണ്ട അകത്തോട്ട് കയറുന്നത്. ഈ പാണ്ടനെ കണ്ടപാട് ഇവരെല്ലാവരും ഇങ്ങനെ പേടിക്കുന്നുണ്ട്. നമ്മുടെ കുങ്ഫു പാണ്ടയാണോ ഈ പാണ്ട എന്ന് വിചാരിച്ചിട്ട്. അതിന് ഇവൻ പറയാണ്, നമ്മുടെ അച്ഛൻ പാണ്ട പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പാണ്ടയല്ല ഞാൻ, അവനല്ല ഞാൻ, അവനേക്കാൾ ക്രൂരനാണ് ഞാൻ. ഇതും പറഞ്ഞിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആണിയൊക്കെ ആണെങ്കിലും ഇവൻ്റെ കൈയിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തി കയറുക. ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്. പക്ഷെ ആൾ പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു പിടിച്ചു നിർത്താം അധിക നേരം പോയില്ല. ഇവർക്ക് മനസ്സിലായി ഇവൻ ഉടായിപ്പാന്നുള്ളത്. പിന്നെ ഇവരെല്ലാവരും കൂടി പഞ്ഞിക്കിടാൻ വേണ്ടി നിൽക്കുക. പക്ഷെ ഒരു വിധത്തിൽ അവരവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവർ റെസ്റ്റോറൻറ്റ് മൊത്തത്തിൽ പൊളിച്ചടക്കിയിട്ടാണ് പോകുന്നത്. ഇതേ സമയം നമ്മുടെ പോയും അതുപോലെ തന്നെ ജെന്നും തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആവുന്നുണ്ട്. ഭയങ്കരമായിട്ട് അടുക്കുന്നുണ്ട് ഇവർ. അത് മാത്രമല്ല അന്ന് രാവിലെ തന്നെ ഇവർ നമ്മുടെ കമീലിയോൻ്റെ ടവറിനകത്തോട്ടങ്ങ് കയറാൻ നിൽക്കാൻ ബാക്ക് ഡോർ വഴി അവർ കയറുന്നുണ്ട്. അങ്ങനെ അവർ അകത്തെത്തി. നമ്മുടെ കമീലിയോൻ്റെ ആർമിയാണെങ്കിലോ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അവരിങ്ങനെ മെല്ലെ സൗണ്ട് ഉണ്ടാക്കാണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ പോക്കൊരു തുമ്മലങ്ങ് വരുന്നത്. ഇവർ മുഖമൊക്കെ പൊത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷെ ആ തുമ്മൽ നൈസായിട്ടൊന്ന് ചീറ്റി ബാക്കിലൂടെ പോകുന്നുണ്ട്. ആ ഒരു സ്മെല്ല് കിട്ടിയ പാട് നമ്മുടെ ആർമി മൊത്തം എഴുന്നേറ്റ് ഇവരുടെ പിന്നാലങ്ങ് വരിക. പക്ഷെ അവർ ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ അവർ രക്ഷപ്പെട്ട് ചെന്നെത്തുന്നത് വലിയൊരു ട്രാപ്പിനകത്തോട്ടാണ്. പക്ഷെ ആ ഒരു ട്രാപ്പിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെയോ ചാടി വരെ അകത്ത് കയറുന്നുണ്ട്. പക്ഷെ അകത്ത് കയറിയ പാട് നമ്മുടെ പോയാണെങ്കിലോ അങ്ങ് കുടുങ്ങിപ്പോവുക ഒരു കൂടിനകത്ത്. ഈ കൂടിനുള്ളിൽ നിന്നാണെങ്കിലും ഇവർക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. ഭയങ്കര സീനാണ് ഈ ഒരു കൂട്. അതുമാത്രമല്ല ഇവർ പൊക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ യാതൊന്നും നടക്കുന്നില്ല. ഈ ടൈമിൽ നമ്മുടെ അവൻ്റെ വടി നമ്മുടെ ജെന്നിന് കൊടുത്തിട്ട് പറയാണ്, ജെൻ ഇത് വെച്ചിട്ട് നീ ഇത് പൊക്കാൻ നോക്ക്, നിന്നെ കൊണ്ട് പറ്റും. പക്ഷെ നമ്മുടെ ജെന്നാണെങ്കിൽ ആ ഒരു വടി ഉപയോഗിച്ച് അത് പൊക്കാൻ നോക്കുന്നില്ല. അവൻ ആ ഒരു വടിയിട്ട് ഇങ്ങനെ മെല്ലെ പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ കമീലിയോൺ ഈ ഒരു വടി അങ്ങ് കൈമാറുന്നുണ്ട്. നമ്മുടെ കമീലിയോൺ ജെന്നിൻ്റെ മാസ്റ്ററാണ്. അത് നമുക്ക് ഇപ്പോഴാണ് റിവീൽ ആവുന്നത്. ഈ ഒരു വടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കമീലിയോൺ നടത്തിയിട്ടുള്ള ഒരു പ്ലാനിങ് ആയിരുന്നു ഇതെല്ലാം. ഈ ടൈമിൽ നമ്മുടെ ചോദിക്കുകയാണ്, നീ എന്തിനാ ഇതെല്ലാം ചെയ്തത്? നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് ചെറുപ്പം മുതലുള്ള ആഗ്രഹമായിരുന്നു കുങ്ഫു പഠിക്കാൻ. കുങ്ഫുവിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്കിൽ എനിക്ക് എത്തണമായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിച്ചില്ല. ഏതൊക്കെ ട്രെയിനിങ് ഹാളിൽ ഞാൻ പോയിട്ടുണ്ടോ അവരെല്ലാവരും എന്നെ തിരിച്ച് പറഞ്ഞയച്ചിട്ടുള്ളൂ, ഞാൻ ചെറുതായതുകൊണ്ട്. സോ ഞാൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു.
രൂപമാറ്റം. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചു. പക്ഷെ ഞാൻ പഠിക്കാത്തൊരു കാര്യമുണ്ട്, കുങ്ഫു. ഞാൻ ഏത് രൂപത്തിലായാലും അവരുടെ പവർ എനിക്ക് കിട്ടില്ല, രൂപം മാത്രമേ കിട്ടുള്ളൂ. സോ അവരുടെ പവറെല്ലാം എനിക്ക് വേണം. എനിക്ക് കുങ്ഫു വേണം. അതിനാണ് എനിക്ക് നിന്റെ ഈ വടി കൊണ്ട് ഞാൻ സ്പിരിറ്റ് വേൾഡ് തുറക്കാൻ പോവാൻ. ശേഷം ഓരോ വില്ലന്മാരുടെയും പവേഴ്സ് എൻ്റേതാക്കി മാറ്റാൻ പോവാണ് ഞാൻ. ഇതാണ് എൻ്റെ പ്ലാൻ. ഇത് കേട്ടപാടെ നമ്മുടെ പോയാണെങ്കിലോ ഈ ഒരു കേജിനുള്ളിൽ നിന്നൊക്കെ പുറത്ത് കിടക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. പിന്നെ അവനൊന്നും നോക്കിയില്ല. അവൻ നിൽക്കുന്ന സ്ഥലം പൊളിക്കുന്നു, നേരെ അടിയിലോട്ട് പോകുന്നു. അടിയിലാണെങ്കിൽ ഫുൾ ആർമിയാണ്. അവരൊക്കെ അടിച്ചിട്ടിട്ട് അവൻ പുറത്ത് കിടക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ജെൻ അങ്ങോട്ട് വരുന്നത്. ജെന്നിനെ കണ്ടപാടുമ്പോൾ വടിയൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്ത് തന്നെ അവൻ്റെ പിന്നിൽ യഥാർത്ഥ ജെന്ന് നിൽക്കുന്നുണ്ട്. സോ ഇതിനർത്ഥം ഇവൻ്റെ ഫ്രണ്ടിലുള്ള ജെന്ന്, ഈ ഒരു വടിയായിട്ട് നിൽക്കുന്ന ജെന്ന് നമ്മുടെ കമീലിയോൺ ആണ്. കമീലിയോൺ പെട്ടെന്ന് തന്നെ രൂപം മാറിയിട്ട് നമ്മുടെ പോനങ്ങ് തല്ലി താഴെയിടുകയാണ്. ഇത് കണ്ടപാട് നമ്മുടെ ജെന്നാണെങ്കിലും ആകെ കയ്യിൽ നിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജെന്നിൻ്റെ ഫ്രണ്ടാണ് നമ്മുടെ അവനെ ഹെർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല അവൾ ഇതൊക്കെ ചെയ്തത്. പക്ഷെ അങ്ങനെയൊക്കെ നടന്നു. അവൾ ആകെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. സോ നമ്മുടെ പോടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. എന്നവിടെ തീരുമാനമായിട്ടില്ല. അവൻ എങ്ങനെയൊക്കെയോ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ആർമി തൊരുത്തനങ്ങ് വരുന്നത് ഇവനായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഇവനെ തല്ലി താഴെയിടാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇതേ സമയത്ത് തന്നെയാണ് നമ്മുടെ അച്ഛന്മാർ അങ്ങോട്ട് വരുന്നതും നമ്മുടെ പോനെ രക്ഷിച്ച് മുകളിലോട്ട് കയറ്റുന്നതും. അങ്ങനെ മുകളിൽ വെച്ചിട്ടാണ് ഇവർ മറ്റൊരു കാഴ്ച കാണുന്നത്. നമ്മുടെ ആർമീസിന്റെ കയ്യിലൊക്കെ കുറെ കൂടുകളുണ്ട്. സോ ഇതിനർത്ഥം നമ്മുടെ കമീലിയൻ എന്തോ വലുത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ കമീലിയനെയാണ്. അവൾ ഈ ഒരു സ്പിരിറ്റ് വേൾഡ് അങ്ങ് തുറക്കുക. എന്നിട്ട് നമ്മുടെ ടൈലിങ്ങനെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട്. ശേഷം അവൻ്റെ സ്കിൽസൊക്കെ പഠിപ്പിച്ചു തരാൻ പറയണം നമ്മുടെ കമീലിയോൺ. എന്നാൽ ഇവനാണെങ്കിലോ പഠിപ്പിച്ച് കൊടുക്കുന്നില്ല. സോ നമ്മുടെ കമീലിയോൺ പിന്നെ ഒന്നും നോക്കിയില്ല. ടൈലങ്ങിൻ്റെ മൊത്തം പവേഴ്സും അവളങ്ങ് വലിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ ആകെ അവശനാവുന്നുണ്ട്. അവൻ ഒരു മാന്ത്രിക കൂടിനകത്ത് പൂട്ടിയിടുന്നുണ്ട്. പക്ഷെ ഇത് മാത്രമല്ല, അവളിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ സ്പിരിറ്റ് വേൾഡിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വില്ലന്മാരെയും. എന്നാൽ ഈ സമയത്ത് നമ്മുടെ പോയാണെങ്കിലോ രണ്ടും കൽപ്പിച്ച് ഫൈറ്റിന് വേണ്ടിയിട്ട് ഇറങ്ങുക. എന്നവൻ്റെ അച്ഛന്മാരൊക്കെ തടയുന്നുണ്ട്. പക്ഷെ അവൻ ഒന്നും നോക്കുന്നില്ല. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടക്കുക. ഈ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ ജെന്ന് വരുന്നത്. ജെന്ന് വരാമെന്ന് മാത്രമല്ല ഇവനെ തടഞ്ഞു വെക്കുന്നുണ്ട്. കാരണം അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ മരിച്ചു പോകും. കാരണം അത്രയും ശക്തനായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കമീലിയോൺ. അങ്ങനെ നമ്മുടെ ജെന്ന് സമ്മതിക്കാണ്ടായപ്പോൾ പോയി ജെന്നും കൂടിയിട്ട് വൻ ഫൈറ്റാണ് അവിടെ. പക്ഷെ അവർ ഫൈറ്റ് ചെന്ന് അവസാനിക്കുന്നത് ഒരു ഹഗ്ഗിലാണ്. അവർ അത്രയും ഭയങ്കരമായിട്ട് അടുത്തിട്ടുണ്ട്. നമ്മുടെ ജെന്ന് കുറെ പറയുന്നുണ്ട്. ജെന്ന് മാത്രമല്ല അവൻ്റെ അച്ഛന്മാരും കുറെ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ പോവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവൻ പോവുകയും ചെയ്യുന്നു. ഈ ടൈമിൽ നമ്മുടെ അച്ഛന്മാർ ചോദിക്കണം ഇനി നമ്മൾ എന്ത് ചെയ്യും. ഇത് കേട്ടപാട് നമ്മുടെ ജെന്ന് പറയാണ് ഇനി ഒരൊറ്റ ഐഡിയ ഉള്ളൂ. അവൾക്ക് കുറെ ആർമീസ് ഉണ്ട്, അതുപോലെ നമുക്കും വേണം ഒരു ആർമി. ഇത് പറഞ്ഞിട്ട് അവൾ കൊണ്ടുപോകുന്നത് മറ്റേ പൈപ്പ് ലൈൻ്റെ അടിയിലോട്ടാണ്. അതായത് മറ്റേ റാബിറ്റ്സും അതുപോലെ തന്നെ അവൾ നോക്കി വളർത്തിയ ലോക്കൽസുള്ള ഫാമിലിയൊക്കെ ഉണ്ടല്ലോ, അവരുടെ അടുത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. ശേഷം അവരൊരു ആർമിയാക്കി മാറ്റുന്നു, ഇവരുടെ കൂടെ കൂട്ടുന്നു. ഇതേ സെയിം ടൈമിൽ തന്നെയാണ് നമ്മുടെ അകത്ത് കയറുന്നത്. ഇതൊക്കെ കണ്ടിട്ട് പിന്നെ ഞാൻ ആകെ ഞെട്ടി നിൽക്കുക. അത് മാത്രമല്ല അവനവിടെ നമ്മുടെ ടൈലിങ്ങിനെയും കാണുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ടൈലിങ് പറയാണ് ഊഗുവെ നിന്നെ വിശ്വസിച്ചിട്ടാണ് ആ ഒരു സ്റ്റിക്ക് നിനക്ക് തന്നത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഊഗുവെ ഒരു തെറ്റാണ് ചെയ്തതെന്ന്. ഇത് കേട്ടപാടെ നമ്മുടെ പറയണം നിങ്ങൾ ആരും പേടിക്കണ്ട, ആ സ്റ്റിക്ക് ഞാൻ തിരിച്ചെടുക്കും. ഇതേ സമയത്ത് നമ്മുടെ ജെന്നിനും ടീമിനെ കാണിക്കുന്നുണ്ട്. ജെന്നിനെ എങ്ങനെയും പോനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കിടക്കണം. പക്ഷെ അകത്തോട്ട് കിടക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം വലിയൊരു ആർമി തന്നെയുണ്ട് പുറത്ത്. സോ ഈ ഒരു ആർമിനെ ഡിസ്ട്രാക്ട് ചെയ്യണം നമ്മുടെ ഇവരുടെ ആർമിയും അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാരൊക്കെ കൂടിയിട്ട്. ഈ ഒരു തക്കം നോക്കിയിട്ട് നമ്മുടെ ജെന്നാണെങ്കിലോ അകത്ത് കയറുന്നുണ്ട്. അവിടെയാണെങ്കിൽ നമ്മുടെ വരുന്നു, ഈ ഒരു സ്റ്റിക്ക് തിരിച്ച് ആവശ്യപ്പെടുന്നു. എന്നാൽ നമ്മുടെ കമീലിയനാണെങ്കിലോ ഒരു കുഴപ്പം കൂടാണ്ട് ഈ ഒരു സ്റ്റിക്ക് അങ്ങ് തിരിച്ചു കൊടുക്കുക. സംഭവം വേറൊന്നല്ല, അവൾക്ക് ഇനി ആ ഒരു സ്റ്റിക്ക് കൊണ്ട് യാതൊരു ആവശ്യമില്ല. കാരണം സ്പിരിറ്റുവലിത്തെ എല്ലാവരുടെയും ശക്തി അവൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. സോ ഇനി അവൾക്ക് ഈ ഒരു സ്റ്റിക്കിന്റെ ആവശ്യമില്ല. ഇവർ തമ്മിലൊരു ഫൈറ്റ് തുടങ്ങുകയാണ്. നമ്മുടെ പോനെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജെന്നു ഇറങ്ങുന്നു. നമ്മുടെ കമീലിയോൺ ആണെങ്കിലോ പല രൂപങ്ങളിലാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവസാനമായിട്ട് അവളൊരു രൂപം എടുക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാ മാസ്റ്റർമാരുടെ എല്ലാ വില്ലന്മാരുടെ ശരീരം ഒന്നാക്കുക. ഒരുമാതിരി മോൺസ്റ്റർ രൂപമായിട്ട് മാറുന്നുണ്ട് അവള്. അവളും ഇവരും തമ്മിൽ വൻ ഫൈറ്റാണ് അവിടെ. അങ്ങനെ ഒരു ഫൈറ്റിന്റെ അവസാനം നമ്മുടെ കമീലിയോൺ ആണെങ്കിലോ നമ്മുടെ പോനൊരു കൂടിനകത്ത് അടക്കുന്നുണ്ട്. പോക്കിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ആകുള്ളത് നമ്മുടെ ജെന്ന. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ജെന്നിന് ഈ ഒരു വടി അങ്ങ് കൊടുക്കുക. എന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ പറയാൻ. നമ്മുടെ ഫൈറ്റ് ചെയ്യുന്ന അതേ സെയിം രീതി. അവർ ഡ്രാഗൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട്, ഡ്രാഗൻ വാരിയർ ഫൈറ്റ്. അത് അവൾ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇവളെ തോൽപ്പിക്കാനും നോക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടൈമിൽ തന്നെയാണ് നമ്മുടെ പുറത്ത് വരുന്നത്. പോക്ക് സുഖമായിട്ട് ഒരു കേജിനകത്തുനിന്ന് പുറത്ത് വരായിരുന്നു. പക്ഷെ അവൻ പുറത്ത് വരാണ്ടിരിക്കുകയായിരുന്നു. സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ ജെന്നിനെ ഒരു വാരിയറാക്കി മാറ്റാനാണ് നമ്മുടെ പോയുടെ പ്ലാന്. പക്ഷെ ഇതുകൊണ്ടൊന്നും നമ്മുടെ കമീലിയോൺ അടങ്ങിയില്ല. അവൾ പിന്നെയും വരെ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ പോട് വെറുതെ ഇരിക്കുമോ. അവൾക്ക് 4 അങ്ങ് കൊടുക്കുന്നുണ്ട്. അവളുടെ ബോധം പോകുന്നുണ്ട്. ബോധം പോകാന്ന് മാത്രമല്ല, അവൾ വലിച്ചെടുത്ത ഓരോ സ്കില്ല് ഓരോ പവേഴ്സും ബാക്കിയുള്ളവർക്ക് എന്നെ തിരിച്ചു കൊടുക്കുക. മാസ്റ്റേഴ്സിനും വില്ലന്മാർക്കൊക്കെ എന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കമീലിയോൺ ഡ്രൈ ആയിട്ട് ഒന്നുമില്ലാത്ത ഒരാളായി മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടൈലങ് ഉൾപ്പെടെയുള്ള എല്ലാവരും പുറത്തു വരുന്നുണ്ട് ഈ ഒരു കേജിനകത്തുനിന്ന്. അത് മാത്രമല്ല, അവർ തിരിച്ച് നമ്മുടെ സ്പിരിറ്റ് വേൾഡ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് തന്നെ പോവാൻ കൂടെ നമ്മുടെ കമീലിയോണിനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ എല്ലാം അവസാനിച്ചു. നമ്മുടെ പോയും ജെന്നും എല്ലാവരും നാട്ടിലെത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഒരു പുതിയ ഡ്രാഗൻ വാരിയർ സെലക്ട് ചെയ്യുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ജെന്നിനെയാണ്. അങ്ങനെ നമ്മുടെ ഫ്യൂരിയസ് 5 തിരിച്ചു വരുന്നു. ജെന്നിനെ ട്രെയിൻ ചെയ്യുന്നു, പുതിയൊരു ഡ്രാഗൻ വാരിയർ ആക്കി മാറ്റുന്നു.
ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ കുങ്ഫു പാണ്ട 4 എന്ന സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.